കാണിച്ചാൽ ഈ സാധനം ഓണാക്കിട്ടു. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല ആരെ പറ്റിയിട്ടും. അതിങ്ങനെ ഇരിക്കല്ലോ അല്ലല്ലോ, അതങ്ങ് ഇടുകയും ചെയ്യും. ഗുഡ് മോർണിംഗ് ഗൈസ്, ദിസ് ഇസ് ഡേ 28 ആഫ്റ്റർ വെഡിങ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഇന്നാണ് നമുക്ക് അമ്മേൻ്റെ തറവാട്ടിലേക്ക് പോകേണ്ടത്. അതായത് അമ്മമ്മേൻ്റെ ബലിയിടേണ്ട ചടങ്ങ് അത് ഇന്നാണ്. അങ്ങനെ കാലി ചായ കുടിച്ച് കഴിഞ്ഞ ഗൈസ് ഇനി പോകേണ്ട പുറപ്പാടിലേക്കാണ്. ഇസ്തിരിയിടൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയായത്. നമ്മൾ റെഡിയായി തറവാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ലേറ്റ് ആയതുകൊണ്ട് അമ്മ ഐസിന് കലിപ്പം വെച്ചിട്ടുണ്ട്. അമ്മ വലിയച്ഛനെ കൂട്ടാൻ പോകുന്ന മൂത്തമ്മയും വരുന്നുണ്ട്. വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. തറവാട് താമസമില്ലാത്തതുകൊണ്ട് ഫുൾ കാട് പിടിച്ചിട്ടാണ് എന്നാണ് പറഞ്ഞത്. വലിയച്ഛൻ കൊച്ചിനോട് കുറേ കഥകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോയിരുന്നത്. സോ ദിസ് ഈസ് മൈ അമ്മമ്മസ് തറവാട്, കണ്ണൻസ്. My great legend അമ്മമ്മ. വലിയ കാച്ചെന്നാണ്, കാച്ചാൻ പോവാണ്. ഒന്നും അറിയാത്ത എൻ്റെ ഹസ്ബൻഡിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ആന്ന് പറഞ്ഞ് കേൾക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതെന്തേലും പറഞ്ഞെന്ന് ചോദിക്കും. കൊതുമ്പിൽ പറഞ്ഞാൽ എന്താണെന്നറിയില്ല പോലും. ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കത്തെ കൊച്ചു, എന്താണ് ഫീലിങ്സ് ഉള്ളത് ഇവിടെ വന്നപ്പോൾ? നൊസ്റ്റാൾജിയ. എന്താണ് നൊസ്റ്റാൾജിയ? ഇവിടെ ഉള്ള ഓർമ്മകൾ? കുറേ ഓർമ്മകളുണ്ടായി, അതൊക്കെ തിരിച്ചു വന്നു. ഓ മൈ ഗോഡ്, ഫീലിങ്സ്. ഞാൻ മെല്ലെ നടക്കുന്ന അഥവാ ഓട്ടോ കിട്ടിയിട്ട് ഞാൻ പോകും. ബൈ ബൈ. This is such a beautiful തറവാട് with lot of memories. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ഗൈസ്. പത്തിരി ആൻഡ് മുട്ടക്കറി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. നൈസ്. അങ്ങനെ പൊറാട്ടയും മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. തിരിച്ച് വെളിച്ചനെ വീട്ടിൽ കൊണ്ടാക്കാൻ എത്തി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. ഇനി എൻ്റെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് മടക്കി വെക്കൽ. അങ്ങനെ മിഷൻ കംപ്ലീറ്റഡ്. എൻ്റെ വീട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ്. സോ ഐ എം ഹാപ്പി. ബാഗ് സെറ്റ്, ബെഡൊക്കെ നല്ല സെറ്റാക്കി വിരിച്ചിട്ടുണ്ട്. ഈ ലാപ്ടോപ്പൊക്കെ ഇനി കൊണ്ടുപോകണം. ഒരു 5-6 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ല, ഏട്ടൻ്റെ വീട്ടിലാണ് പോകുന്നത്. ബട്ട് ഫസ്റ്റ് എൻ്റെ വീട്ടിൽ. ആർ യു ഹാപ്പി ടു ഗോ ടു മൈ ഹോം? നോ, ഐ നോ ദാറ്റ്. വൈ? Because life is so thrilling അളിയാ. തമ്മിൽ പ്രിയമാകണം, നെഞ്ചിൽ നിറമാകണം, കണ്ണിൽ കനിവൂരണം, നമ്മളൊന്നാകണം. അങ്ങനെ ഞങ്ങളെ ചുക്ലിയിലെത്തി ഗൈസ്. കാണാം. What you have to say about chukli? I like chukli. You like chukli because of this. Oh guys, എൻ്റെ ഒരു വീട്ടിലുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഇത്. ബാക്കി മുട്ടായി ഇവിടെ ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം രണ്ടും അവിടെ ഒരാളെ വായിലാവുന്നുണ്ട്, ഇവിടെ ഒരാളെ വായിലായി. പിന്നെ ഇത് എൻ്റെ ഏച്ചിയുടെ ഗിഫ്റ്റ് ചുരിദാർ ഓവർ. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്ര സാധനങ്ങളാ കായിട്ട് വയ്ക്കുന്ന നല്ല ഭംഗിയില്ലേ ഗൈസ്. നമുക്കിപ്പോൾ ഒരു വിളി വന്നു, വേർ ആർ യു ഗൈസ് എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ തന്നെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയിട്ട് വരണം. ഇവിടെ ക്ഷണിച്ചാൽ ഇവിടെ വരുക എന്നാണ് എൻ്റെ ഏച്ചീൻ്റെ നിർദ്ദേശം. എന്നിട്ട് ഇപ്പം മെസ്സേജ് അയച്ചിട്ട് പറയുന്ന കടിയെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്, വന്നോന്ന്. നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ഈ സാധനം ഓണാക്കിട്ടു. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല ആരെ പറ്റിയിട്ടും. അതിങ്ങനെ ഇരിക്കല്ലോ അല്ലല്ലോ, അതങ്ങ് ഇടുകയും ചെയ്യും യൂട്യൂബ്. പക്ഷെ യൂട്യൂബിൽ നമുക്ക് ആ ലോങ് വീഡിയോ 1000-ന്റെ മേലെ പോയി. ഈവനിങ് സ്നാക്സ് നമുക്ക് കുറേ തിന്നാൻ സാധനമുണ്ട്. ഇത് ഇച്ചിരിയെല്ലാം നിൽക്കും കുറച്ചു കാലം കൂടി. പുഞ്ചിരിക്കും. അപ്പൊ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ തൊട്ടടുത്താണ് മുഴപ്പിലങ്ങാട് ബീച്ച്. ഇവിടെ എപ്പോൾ വന്നാലും അങ്ങോട്ട് പോലുണ്ട്. പതിവ് പോലെ തന്നെ തെറ്റിക്കാണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോവാണ്. മുഴപ്പിലങ്ങാട് ബീച്ച് കുഴപ്പമില്ല. വടകര ഈസ് ബെറ്റർ. യെസ്, വടകര ഈസ് ബെറ്റർ.
ഇതാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലെ ഇവിടുത്തെ ആദ്യത്തെ വീഡിയോ നമ്മളാണ് ചെയ്തത്. ആൻഡ് ആ വീഡിയോ വാസ് ഹിറ്റ്. നമ്മൾ നടക്കുന്ന മുഴപ്പിലങ്ങാട് ബീച്ച് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക. ഇവിടെയാ വെള്ളം ആടി നമ്മളെ കാറ് പോകുന്ന സ്ഥലമായിട്ട്. എന്നാലും ഗൈസ് ഞാൻ ഏറ്റവും അതിശയപ്പെട്ടു പോയതാണ് ഈ വെള്ളം കണ്ടിട്ട്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മുഴപ്പിലങ്ങാട് ബീച്ച് വന്നപ്പോൾ തന്നെ ഇത്ര വെള്ളം കയറിയതായിട്ട് കണ്ടിട്ടേ ഇല്ല. നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് ഇത്. കണ്ട ഞങ്ങൾക്ക് എന്തായാലും തിരിയല്ലോ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വന്ന ആൾക്കാർക്ക്. നമ്മളിന്ന് ഫസ്റ്റ് ഫാമിലി ഔട്ടിങ്, അതായത് ഏട്ടൻ, ഏച്ചി, ഏട്ടൻ്റെ അമ്മ, അനിയൻ, ഞാൻ, മൈ ഡിയർ ഹസ്ബൻഡും കൂടി ഒപ്പരയില്ലേ ഫസ്റ്റ് ഔട്ടിങ്. ഗൈസ് എന്നെ പറയിപ്പിക്കാനുണ്ടായ എൻ്റെ ഏച്ചി ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഒക്കെ ഏട്ടൻ വേണം പോലും. ബട്ട് ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് ക്യാമറ കണ്ടാൽ ഞാൻ ഒറ്റ കാലം ഫോട്ടോ എടുത്തോളാം. യു ഹാവ് എനി പ്രോബ്ലം? I only have no problem. ഗൈസ് ഇവിടെ പയ്യാമ്പലത്തിന്റെ പകുതി ആൾക്കാരുള്ളൂ. പകുതിയും ഇല്ല ഗൈസ്, കാൽ ഭാഗം. I still wonder why such a It is beautiful only place. because പയ്യാമ്പലം തുടങ്ങുന്ന മുതൽ അങ്ങ് എൻഡിങ് വരെ കുഞ്ഞു കുഞ്ഞു തട്ടുകട സ്റ്റോൾ എല്ലാം ഉണ്ട്. ഇവിടെ പുറത്തേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് തിങ് പാർക്കിംഗ് ആയിരിക്കും. എനിക്ക് തോന്നി ഇവിടുത്തെ വരുന്ന വഴി കുറച്ച് ചെറുതായോണ്ട് പയ്യാമ്പലം അത്ര തന്നെയല്ലേ. This is അടിപൊളി അടിപൊളി നല്ല നൈറ്റില് സേവ് ദ ഡേറ്റ് ഷൂട്ട്, എന്താ പറയുക, എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. നല്ല ഫ്രീ ആയിട്ട് അടിപൊളി. സേവ് ദ ഡേറ്റ് ഷൂട്ടും ഇവിടെ നിന്നായിരുന്നു. പക്ഷെ നൈറ്റ് അല്ല, ആഫ്റ്റർനൂൺ ഈവനിങ് ആ ടൈം. നൈറ്റ് വന്ന് ചെയ്ത് അടിപൊളി ഉണ്ടാവും അല്ലേ. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, ഫാമിലി ഫോട്ടോഷൂട്ട്. ഇവിടെ അത്ര ആൾക്കാരില്ല കമ്പയറിങ് ടു പയ്യാമ്പലം. ഈ സമയത്തെല്ലാം പയ്യാമ്പലം പോയാൽ നടക്കുന്ന സ്ഥലം ഉണ്ടാവില്ല. ബീച്ച് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഡിന്നർ ഗൈസ്, ഡിന്നർ. കോൾപട്ട്, ബ്രെഡ്, curry is coming. On. ഇറങ്ങുന്ന ടൈം നല്ല മഴയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. അപ്പം ഇനി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം. സോൾവ് ഫോർ ദ ഡേ. ഇത്രയും നേരം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.